നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ റീൽസ് ആയാലും യൂട്യൂബ് ഷോർട്സ് ആയാലും എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാക്കിയിട്ട് കൂടുതൽ വ്യൂസ് വരുത്തിക്കാനുള്ള ഒരു ട്രിക്ക് ഉണ്ട്. ഒരു കിട്ടുന്ന സൈക്കോളജിക്കൽ ട്രിക്കാണ് ഈ സാധനം. എഡിറ്റിങ്ങിലൂടെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണണം. കാരണം ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യരുത്. ലാസ്റ്റ് വരെ ഫുള്ളായിട്ട് കണ്ടാലേ ഇത് മനസ്സിലാവുള്ളൂ. ഞാൻ തന്നെ കുറേ പണിയെടുത്തിട്ടാണ് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്തത്. എന്തായാലും AI ഒക്കെ വെച്ചിട്ട് നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് കുറച്ചുകൂടി ഈസി ആക്കിയിട്ടാണ് ഞാൻ ഇന്ന് ഇത് പറഞ്ഞു തരുന്നത്. അപ്പം എന്താണ് പരിപാടി എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ മറ്റൊരു കാര്യം പറയുന്നത്, ചിലർ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തുകൊണ്ട് യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് പറയുന്നില്ല? ഞാൻ ഈ അപ്ഡേറ്റ് പറയൽ ഭയങ്കര കുറവാണ്. അതിൻ്റെ ഒരു റീസൺ എന്താണെന്നറിയോ? കാരണം ഓൾറെഡി ഇപ്പം നമ്മുടെ യൂട്യൂബേഴ്സായ മറ്റുള്ളവരെല്ലാം ചെയ്യുന്നുണ്ട്. അവർ നല്ല രീതിയിൽ അപ്ഡേഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. യൂട്യൂബിൽ ഇന്ന ഫീച്ചർ വന്നിട്ടുണ്ട്, ഇന്ന കാര്യം വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ കൂടെ ഞാനും പോയിട്ട് ഇത് പറഞ്ഞ് അലമ്പുണ്ടാക്കണമെന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ വരുന്നത്. കാരണം ഇതുപോലെയുള്ള ഇതാണ് എനിക്ക് ഭയങ്കര ആവേശം, ചെയ്യാൻ ഇഷ്ടവും ഇങ്ങനെയുള്ള പുതിയ പുതിയ സംഭവങ്ങളാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു കാര്യം പഠിച്ചാൽ നിങ്ങളെ പെട്ടെന്ന് തന്നെ വന്നിട്ട് പിറ്റേ ദിവസം പറഞ്ഞു തരിക, അതിൽ ക്ലാസ് എടുക്കുക എന്നുള്ളതൊക്കെയാണ് എൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സന്തോഷം. അപ്പോൾ ഇന്നിപ്പോൾ പഠിച്ചതാണ്. ഇന്ന് വേറൊരു വീഡിയോ എടുക്കാൻ പോയതാണ്. ശരിക്കും ആക്ച്വലി യൂട്യൂബ് ഷോർട്സ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ വീഡിയോ എടുക്കുക അല്ലെങ്കിൽ വീഡിയോ ചെയ്യാൻ പോയപ്പോഴാണ് ഇത് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് മൊത്തത്തിൽ പറഞ്ഞാൽ ഫുൾ കൺഫ്യൂഷൻ ആവും. അതിന് പകരം എന്താ, ഇത് മാത്രം പറഞ്ഞിട്ട് മറ്റേ വീഡിയോ എങ്ങനെ ഷോർട്സ് ചെയ്യണം. പലരുടെയും വിചാരം ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഒരു 60 സെക്കൻഡ് അല്ലേ, നമ്മൾ സിമ്പിളായിട്ട് ചെയ്തങ്ങ് പോകാമെന്നാണ്. പക്ഷേ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നതിനേക്കാൾ 10 ഇരട്ടി പണിയാണ് ഷോർട്സ് ചെയ്യാൻ. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ക്ഷമ പരീക്ഷിക്കുന്നില്ല. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകും. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ലൂപ്പാണ്. എന്താണ് ലൂപ്പ് എന്ന് ചോദിച്ചാൽ, കുറച്ച് സമയം മുന്നേ ഞാനും ഈ ലൂപ്പ് എന്താണ്, ഇത് എങ്ങനെ ഈ സാധനം ഉണ്ടാക്കാം, കാര്യം മനസ്സിലായി, പക്ഷെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. അങ്ങനെ ലൂപ്പിനെ കുറിച്ച് പറയാൻ നിനക്ക് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾക്ക് മനസ്സിലാവുമെന്നറിയില്ല. പറഞ്ഞു തരുന്നല്ല, ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാം. ഇത് അതിൻ്റെ പരസ്യമായിട്ട് കൂട്ടിക്കോ. ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാം. കമ്മ്യൂണിറ്റി നമ്മൾ വെറുതെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ട് സക്സസ് ആവുമെന്ന് വിചാരിച്ചാൽ അത് ചിലപ്പോൾ നടപടി ആവില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കാനും ഇംപ്ലിമെൻറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ സക്സസ് മന്ത്ര കമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്നത് ദിവസവും ഓരോ ടാസ്ക്, അതായത് ഓരോ ടോപ്പിക്കിൻ്റെ മുകളിൽ ഡിസ്കഷൻസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ചർച്ച ചെയ്ത് നമ്മളിങ്ങനെ കാര്യങ്ങൾ പഠിക്കുക, എന്നിട്ട് അതിനെ അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ ആളുകൾക്കും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. കാരണം ടാസ്ക് ആയതുകൊണ്ട് അവരെന്താ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവർ ആ ഒരു സ്പിരിറ്റോട് കൂടി എടുത്തിട്ട് ആളുകൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സക്സസ് ആവുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയാണ് സക്സസ് മന്ത്ര എന്ന് പറയുന്നത്. അതായത് തമ്പനയിലെ ക്ലാസ്സും വീഡിയോ എഡിറ്റിംഗ് ക്ലാസ്സും എല്ലാം അതിൻ്റെ കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പഠിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. യൂട്യൂബിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനും അതിലൂടെ നിങ്ങളെ മോണിറ്റൈസേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സക്സസ് മന്ത്ര കമ്മ്യൂണിറ്റി. നമ്മൾ വെറുതെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇട്ട് സക്സസ് ആവുമെന്ന് വിചാരിച്ചാൽ അത് ഈ വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് എൻഡ് ചെയ്യുമ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ആദ്യത്തിൽ നിന്ന് തുടങ്ങുന്നത് പോലെ കറങ്ങി വരും. അതായത് ഇതിനൊരു അവസാനം ഉണ്ടാവില്ല. ഇതിങ്ങനെ ലൂപ്പായിട്ട് ഇങ്ങനെ വരും. ഈ രീതിയിൽ ഷോർട്സ് ഞാൻ ചില വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതായത് ഇപ്പം ഒരു കുരങ്ങ് മരത്തിൻ്റെ മുകളിൽ കയറുന്നു, എന്നിട്ട് അത് മുകളിൽ ചാടുന്നു, പിന്നെ വീണ്ടും റിപ്പീറ്റഡ്ലി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. നമ്മളെന്തോ സംഭവിക്കുന്ന വെച്ചാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതാണ് ഒരു ലൂപ്പിൻ്റെ ഒരു പ്രത്യേകത. പക്ഷെ അതിന് നമ്മൾ പോസിറ്റീവായിട്ട്, അതൊക്കെ ഫേക്ക് ആയിട്ട് എന്തിനാണ് ആൾക്കാരെ പറ്റിക്കുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്നത്, നമ്മളൊരു കാര്യം പറയുന്നു, അതിൻ്റെ കണ്ടിന്യൂഷൻ ഇങ്ങനെ ലൂപ്പ് ചെയ്ത് വരുന്ന പോലെ നമ്മൾ ചെയ്യുന്നു. 1-2 പ്രാവശ്യം ചിലപ്പോൾ ആളുകൾ ആ വീഡിയോ കാണാൻ സാധ്യതയില്ല. അങ്ങനെ കണ്ടാൽ അതിൻ്റെ എൻഗേജ്മെൻറ്റ്സ് കൂടി വീഡിയോ വൈറലാവും എന്ന് ഒരു സംശയം വേണ്ട. ഇനി എങ്ങനെ ഇത് ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ എങ്ങനെ ചെയ്യും എന്നുള്ളതിന് ഞാൻ നിങ്ങൾക്കൊരു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പലരും പല ടോപ്പിക്കുകളാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കി. ഞാൻ ജെമിനിയിലൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കിയിട്ട് ജെമിനിയോട് പറഞ്ഞത്, ടോപ്പിക്ക് തന്നാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് തന്നെ. അപ്പോൾ ആ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പേ ഇതിന് മാജിക് വേർഡ് എന്നിട്ടൊരു സാധനമുണ്ട്. മാജിക് വേർഡ് എന്ന് പറയുന്നത്, നമ്മൾ ഒരു വാക്ക് പറയും അല്ലെങ്കിൽ ഒരു സംഭവം പറയും, ആ സംഭവത്തിന് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ മാജിക് ലൂപ്പ് ആ
മാജിക് ലൂപ്പിനെ കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ വേർഡിനെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ലൂപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ മാജിക് വേർഡ് അടക്കം നിങ്ങൾക്ക് ജെമിനി ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അത് ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ നിന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ലാപ്ടോപ്പിൽ നിന്ന് കാണിച്ചു തരാം. കാരണം മൊബൈലാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. സംഭവം നിങ്ങൾക്കറിയാലോ, ലാപ്ടോപ്പ് ആയാലും മൊബൈലായാലൊക്കെ ജെമിനിയൊക്കെ വർക്കിംഗ് സെയിം ആണ്, ഒരു വ്യത്യാസമില്ല. പക്ഷേ കുറച്ചുകൂടി റെക്കോർഡിങ്ങിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ലാപ്പിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലൂപ്പിങ്ങിൻ്റെ സ്ക്രിപ്റ്റ്. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുതരാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലൊരു നോട്ടായിട്ട് ഞാൻ ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് കോപ്പി എടുക്കുക, മൊത്തം കോപ്പി എടുക്കുക. ഇതിൽ അവസാന ഭാഗം വേണ്ട. അവസാന ഭാഗം ഞാനിത് മനസ്സിലാൻ വേണ്ടിയിട്ട് എഴുതിയാണ്, ഇതെങ്ങനെ ഉപയോഗിക്കാം. നിങ്ങൾ പുതിയൊരു വീഡിയോ ചെയ്യാൻ പോകുമ്പോൾ മുകളിൽ പ്രോംപ്റ്റ് കോപ്പി ചെയ്യുക. അതിൽ നിന്നും ബ്രാക്കറ്റ് നൽകിയിട്ടുള്ള ടോപ്പിക്ക്, ടാർഗറ്റ്, കോൾ ടു ആക്ഷൻ, ഈ 3 കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ വീഡിയോയ്ക്ക് അനുസരിച്ച് മാറ്റി എഴുതുക. എന്നിട്ട് എൻ്റർ അടിച്ചാൽ മൊത്തം കിട്ടും. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇത് മൊത്തം കോപ്പി ചെയ്തിടാം. എന്നിട്ട് നമ്മൾ ജെമിനി എടുക്കുക. ഗൂഗിൾ ജെമിനി എടുത്തിട്ട് എവിടെ നിന്ന് എടുത്താലും മതി, ഗൂഗിൾ ജെമിനി. ഓക്കെ, ഇതിലേക്ക് നമ്മൾ ഈ പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്യും. പ്രോംപ്റ്റ് പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ വിഷയം എഴുതുക. ഉദാഹരണം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിഷയം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം മലയാളം, ഇപ്പം ഞാൻ ലാപ്ടോപ്പിലായതുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇവിടെ നമുക്ക് മംഗ്ലീഷ് കീബോർഡ് എടുക്കാം. ചൂടുകാലത്തെ മികച്ച ആശ്വാസം നൽകുന്ന ഡ്രിങ്ക് എന്നല്ല കൊടുക്കുക. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കൊടുത്തോട്ടോ. ചൂട് കാലത്ത് എന്ന് കൊടുക്കുക. അത് ഏകദേശം കറക്റ്റായിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ വൃത്തിക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ തന്നെ കൊടുക്കാം. ഓക്കെ, ചൂട് കാലത്ത് ആശ്വാസം നൽകുന്ന ഡ്രിങ്ക്. ടെസ്റ്റാണ് കേട്ടോ, ടെസ്റ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ടോപ്പിക്ക്, ചൂട് കാലത്ത് ആശ്വാസം നൽകുന്ന ഡ്രിങ്ക്, ടാർഗറ്റ് ഓഡിയൻസ് ആർക്ക് വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് ഇപ്പം ഇത് കോമൺ എന്ന് കൊടുക്കുക. എല്ലാവർക്കും കോമൺ എന്ന് കൊടുക്കുക. കാരണം വെച്ചാൽ എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്പെടുന്നതാണല്ലോ. നമുക്ക് ഇപ്പോൾ ചൂടുകാലത്ത് ആണുങ്ങൾ മാത്രം കുടിച്ചാൽ മതി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കൊടുക്കുക. കോൾ ടു ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഈ വീഡിയോയുടെ അവസാനം എന്ത് പറയണം, സബ്സ്ക്രൈബ് പറയണോ എന്നുള്ളത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നുള്ളൊരു ഇത് കൊടുക്കാം. ഇതിലിപ്പോൾ നമുക്ക് തന്നെ കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ എല്ലാവരും കോഴ്സ് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ആക്കിയത്. ഇപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യാം. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ കോപ്പി ചെയ്തിട്ട്, ഇത് പിന്നെ മൊബൈൽ ചെയ്യുന്നവർക്ക് ഈസിയാണ്. മൊബൈൽ നമ്മൾ കീബോർഡ് മംഗ്ലീഷ് ടൈപ്പ് ചെയ്താൽ തന്നെ മതി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ പ്രോ ആണെങ്കിലൊക്കെ തിങ്കിങ് വേണമെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, എൻ്റർ കൊടുത്തു. ഇപ്പോൾ അത് പ്രോസസ്സായിട്ട് വരട്ടെ. തീർച്ചയായും വേനൽക്കാലത്തെ തളർച്ച മാറ്റാൻ സഹായിക്കുന്ന ഡ്രിങ്കിനെ കുറിച്ചുള്ള പെർഫെക്റ്റ് ഫ്രെയിംവർക്ക് തയ്യാറാക്കി നൽകുന്നു. അപ്പോൾ ഔട്ട്രോ പറഞ്ഞു. അതുപോലെ ഔട്ട്രോ കൺഫ്യൂഷൻ ആവേണ്ട. മാജിക് സെൻറ്റൻസ് അല്ലെങ്കിൽ മാജിക് വേർഡ്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മാജിക് സെൻറ്റൻസ്, മാജിക് വേർഡ് എന്നൊക്കെ പറയുന്ന സംഭവം, അത് നമ്മൾ ആദ്യം കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആദ്യം പറയേണ്ടത്. അപ്പം പറയേണ്ടത് എന്താണ്, പൂർണ്ണരൂപം. സത്യം പറഞ്ഞാൽ ഇതിലും നല്ലൊരു കൂളർ നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. ഇത് നിങ്ങളുടെ ഭാഷയിൽ മാറ്റിക്കോ, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഈ വേർഡിന് എന്ത് ചെയ്തു, സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടെണ്ണാക്കിയിട്ട് പാർട്ട് എയിൽ പറയുന്നത്, സത്യം പറഞ്ഞാൽ ഇതിലും നല്ലൊരു കൂളർ, അതായത് ഇത് സത്യം പറഞ്ഞാൽ ഇതിലും നല്ലൊരു കൂളർ നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള ഹൂക്ക് പാർട്ട് ബി ആക്കി.
ഓക്കെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പറയുമ്പോൾ ഇത് മുഴുവൻ ഒരുമിച്ചിട്ട് പറയണം. ആദ്യം പറയുമ്പോൾ നിങ്ങൾ പറയും, സത്യം പറഞ്ഞാൽ ഞാൻ ഇതിൽ നല്ലൊരു കൂളർ നിങ്ങൾ കുടിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡയലോഗ് പറയും. ഞാൻ പറയുമ്പോൾ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ടാവും, പക്ഷേ അത് നിങ്ങൾ കാര്യമാക്കേണ്ട, നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. അതിന് സ്ക്രിപ്റ്റിലേക്ക് വരാം. സ്ക്രിപ്റ്റിലേക്ക് വരുമ്പം ഇത് കുറച്ച് നമ്മുടെ ഒരു ഷോർട്സിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. നിങ്ങൾ ഫുള്ളായിട്ട് നോക്കിയിട്ടില്ലെങ്കിലും നമ്മൾ ബാക്കി കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ. നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് നമ്മളെ 3 സെക്കൻഡ് ഹുക്ക് വരുന്നത്. അത് ഏതാണ്? നമ്മൾ പാർട്ട് ബി ആണത് വരുന്നത്. പാർട്ട് ബി അത് വന്നിട്ട് പിന്നെ നമ്മൾ 3 മുതൽ 15 സെക്കൻഡ് വരെ എന്ത് പറയണം? പുറത്ത് 40 ഡിഗ്രി ചൂട്, തൊണ്ട പറ്റിയിരിക്കുന്നു, പഞ്ചസാര, അങ്ങനെ ഇങ്ങനെയുള്ള ഡയലോഗ്സൊക്കെ പറയാം. എന്നിട്ട് അതിൻ്റെ വിഷ്വൽസിൻ്റെ ഡീറ്റെയിലൊക്കെ തരുന്നുണ്ട് ഇതിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഫുള്ളായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഡീറ്റെയിലാണ്. ഇത് ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഓരോ ആളുടെ ടോപ്പിക്കിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ താഴോട്ടേക്ക് വരാം. എന്നിട്ട് താഴെ വന്നിട്ട് ഇവിടെ വിഷ്വൽസ്, ട്രൈ ഇറ്റ് നൗ എന്നൊക്കെ പറഞ്ഞത്, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ CTA കൊടുത്തിട്ടുണ്ടല്ലോ, കോൾ ടു ആക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കുടിക്കുന്ന തളർച്ചയൊക്കെ മാറി ഫ്രഷ് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് മൊത്തം നിങ്ങൾക്ക് മാറ്റാം. അതിലൊന്നും ഒരു കുഴപ്പമില്ല, നിങ്ങൾ മൊത്തം മാറ്റിക്കോ, വിഷയമല്ല. ഇനി ഇമ്പോർട്ടൻ്റ് പാർട്ട് എന്ന് പറയുന്നത്, സത്യം പറഞ്ഞാൽ ഇതിലും നല്ലൊരു കൂളർ എന്ന് ലാസ്റ്റിൽ വന്നു. അപ്പോൾ ഈ ലാസ്റ്റിൽ വന്നത് നമ്മൾ ലാസ്റ്റിൽ ഇത് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിത് എഡിറ്റിങ്ങിലാണ് ഈ ലാസ്റ്റിലേക്ക് വരുത്തേണ്ടത്. കാര്യം മനസ്സിലായോ? കാര്യം മനസ്സിലായിട്ടിലേക്ക് ഒന്നുകൂടി പറഞ്ഞുതരാം. പിന്നെ അതായത് നമുക്ക് ഇങ്ങനൊരു മാജിക് സെൻറ്റൻസ് കിട്ടി, തീർച്ചയായും ഓക്കെ, അതല്ല താഴെയുള്ളത്. ഇതാണ് സത്യം പറഞ്ഞാൽ ഇതിലും നല്ലൊരു കൂളർ നിങ്ങൾ ഇതുവരെ കുടിച്ചിട്ടുണ്ടാവില്ല. ഇതാണ് നമ്മുടെ മാജിക് സെൻറ്റൻസ്. ഈ മാജിക് സെൻറ്റൻസിനെ 2 പാർട്ടാക്കി മാറ്റി. പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് ബി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ താഴെ കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യും. പാർട്ട് ബി അല്ല കേട്ടോ, പാർട്ട് എ ആണ്. പാർട്ട് എ ആദ്യം ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യും. ഏറ്റവും ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ആഡ് ചെയ്യും. എന്നിട്ട് പാർട്ട് ബി ആണ് തുടക്കത്തിൽ വരിക. അതായത് നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ പാർട്ട് ബി വരും, വീഡിയോൻ്റെ എൻഡിൽ പാർട്ട് എ വരും, നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട് എഡിറ്റിങ്ങിലാണ് ബാക്കി പരിപാടികൾ ചെയ്യേണ്ടത്. അതിപ്പോൾ സക്സസ് മന്ത്ര എന്ന് പറയുന്ന നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ചിട്ട് ഞാൻ ചെയ്ത ഷോർട്സ് നിങ്ങൾക്ക് കാണിച്ചില്ല. അതെങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് നോക്കാം ഇതേ രൂപത്തിൽ. അപ്പോൾ ഈ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിലും ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലായല്ലോ. പിന്നെ അത് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാവുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു പ്രോംപ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ പ്രോംപ്റ്റ് വഴി നിങ്ങൾക്കൊക്കെ ഇത് പറഞ്ഞു തന്നത്. കാരണം നിങ്ങളിനി ആ പ്രോംപ്റ്റ് വെച്ച് ചെയ്താൽ മതി, അപ്പോൾ ബുദ്ധിമുട്ടില്ല. പ്രോംപ്റ്റ് തന്നെ എല്ലാം ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം, ഇതൊക്കെ പണി കുറേ ഉണ്ടല്ലോ. അപ്പോൾ അതിന് പകരമാണ് ഇങ്ങനെ ആക്കി തന്നത്. അപ്പം ഇത് വെച്ച് ചെയ്യുക. ഇനി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്നുകൂടി ബാക്ക് വന്നിട്ട് റിവേഴ്സ് വന്നിട്ട് എന്ത് ചെയ്യുക, ഒന്നുകൂടി ഫുള്ളായിട്ട് കേൾക്കുക. അപ്പോൾ കറക്റ്റായിട്ട് മനസ്സിലായിക്കോളും. 1-2 പ്രാവശ്യം കേൾക്കേണ്ടി വരും, കാരണം കുറച്ച് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് പഠിക്കുക. എന്നിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഇനി എഡിറ്റിങ്ങിലാണ് നമ്മുടെ ബാക്കി പരിപാടികൾ. അപ്പോൾ ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ റെഡിയായിട്ട് നമ്മളെടുത്തു. ഇനി ഇത് റെക്കോർഡ് ചെയ്തിട്ട് എഡിറ്റിങ്ങിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകും. അതും കൂടി കാണിച്ചു തരാം, എങ്ങനെയാണ് എഡിറ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത്. വീഡിയോ കുറച്ച് ലെങ്ത് ആയാലും നിങ്ങൾ ക്ഷമിച്ചിട്ട് കാണാം, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് നല്ല രീതിയിൽ നിങ്ങൾക്ക് റീച്ച് ആവാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഷോർട്സ് ചെയ്യുന്നവർ, ഷോർട്സ് സ്ഥിരമായിട്ട് ചെയ്യുന്നവർ മാത്രം ഇതൊക്കെ എടുത്തിട്ട് ചെയ്യുക. ലോങ് വീഡിയോ ചെയ്യുന്നവർ വേണമെങ്കിൽ മറ്റൊരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ ഷോർട്സ് ഇട്ടോ, കാരണം ലോങ് വീഡിയോ പിന്നെ റീച്ച് ആവുന്നത് കുറച്ച് പണിയാണ്. അതിൽ കുറച്ച് കാരണങ്ങളുണ്ട്. ഇത് ഒരു സിമ്പിളായിട്ടുള്ള ഈ ഷോർട്സ് ഇട്ടാൽ ലോങ്ങിൻ്റെ റീച്ച് കുറയും എന്നത് മാത്രമല്ല, അതിൽ പിന്നെ കുറേ വേറെയും കാരണങ്ങളുണ്ട്. അത് ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞുതരാം. തൽക്കാലം നിങ്ങൾ എന്ത് ചെയ്യണ്ട, ലോങ് വീഡിയോ ഇടുന്ന ചാനലിൽ ഇങ്ങനെ ലൂപ്പ് ഇട്ടിട്ടൊന്നും ചെയ്യേണ്ട, വേറെ തന്നെ പരീക്ഷണം നടത്തിക്കും, പ്രശ്നമൊന്നുമില്ല. ഇതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചത്. അതിനു മുന്നേ നമ്മുടെ മാജിക് സെൻറ്റൻസ്, ഇതാണ് എൻ്റെ വീഡിയോയിലുള്ള നമ്മൾ ലൂപ്പായിട്ട് വരുന്ന സാധനം. അതിൽ യൂട്യൂബിനെ കുറിച്ച് കൃത്യമായി പഠിക്കാനും അതിലൂടെ മോണിറ്റൈസേഷനിലേക്ക് നിങ്ങൾ എത്തിക്കാനും സഹായിക്കുന്നതാണ് ഈ സക്സസ് മന്ത്ര കമ്മ്യൂണിറ്റി. ഇതാണ് നമ്മുടെ ഡയലോഗ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മാജിക് സെന്റൻസ്. അപ്പോൾ അതിനെ എങ്ങനെയാണ് ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതിലിപ്പം വീഡിയോയുടെ അവസാന ഭാഗം ഔട്ട്രോ, അതായത് അവസാന ഭാഗം പറയേണ്ടത് ഇതിൽ എ ആണ്. എ എന്ന് പറയുന്നത് എന്താണ്? ഈ ആദ്യത്തെ ഡയലോഗിനെ നമുക്ക് എ എന്ന് പറയാം. ഇത്
സോറി, എ, ഇത് ബി, രണ്ടാമത്തത് നമ്മൾ പാർട്ടായിട്ട് ബി ചെയ്തു. ഓക്കെ, മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഔട്ട്റോ എന്ന് പറയുന്നത് അവസാനം വരേണ്ടത് യൂട്യൂബിനെ കുറിച്ച് കൃത്യമായി പഠിക്കാനും അതിലൂടെ മോണിറ്റൈസേഷൻ സഹായിക്കുന്ന ആ ഡയലോഗ്. പിന്നെ വീഡിയോന്റെ ആദ്യം വരേണ്ടത് ഈ സക്സസ് മന്ത്ര കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഡയലോഗ്. ഇങ്ങനെയാണുള്ളത്. അപ്പം ഞാൻ ആ വീഡിയോ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ എഡിറ്റിങ്ങിൽ പോയിട്ട് എങ്ങനെയാണ് ചെയ്തു നോക്കും. അപ്പൊ ഞാൻ ക്യാപിറ്റലാണ് എഡിറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് ക്യാപിറ്റലിന്റെ ആപ്പ് ഓപ്പൺ ആക്കി ഇതാണ് ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചത് യൂട്യൂബിനെ. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം, കട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ ലൂപ്പ് ഉണ്ടാക്കാണ് വേണ്ടത്. അപ്പൊ ഡയലോഗ് ജസ്റ്റ് ഒന്ന് നമുക്ക് കേൾക്കാം. യൂട്യൂബിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനും അതിലൂടെ നിങ്ങളെ മോണിറ്റൈസേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സക്സസ് മന്ത്ര കമ്മ്യൂണിറ്റി. നമ്മൾ വെറുതെ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ വീഡിയോ അത് ചിലപ്പോൾ നടപടി ആവില്ല അതിന്. അപ്പൊ നമ്മൾ ഇവിടെ പിന്നെ ആ ഡയലോഗ് ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ മൊത്തത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനെ നമ്മൾ കട്ടാക്കാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് ആദ്യം വേണ്ടത്. ഇതിൽ ഈ കമ്മ്യൂണിറ്റി പറയുന്നത് ഇപ്പൊ ആദ്യത്തെ ഒരു പോർഷൻ, അതായത് ഞാൻ ഒന്നുകൂടി കാണിച്ചിടാം. ഇതിൽ യൂട്യൂബിനെ കുറിച്ച് കൃത്യമായി പഠിക്കാനും എന്ന് പറഞ്ഞ ഡയലോഗ് സഹായിക്കുന്നതാണ് എന്നത് വരെയാണ് നമുക്ക് ആദ്യത്തെ കട്ട് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം, യൂട്യൂബിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനും അതിലൂടെ നിങ്ങളെ മോണിറ്റൈസേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സക്സസ് മന്ത്ര കമ്മ്യൂണിറ്റി. നമ്മൾ ഇതിലൂടെ നിങ്ങളെ മോണിറ്റൈസേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സക്സസ് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ പറയുന്ന അവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. സഹായിക്കുന്നതാണ് എന്ന് പറയാൻ ഞാൻ മറന്നു പോയതാന്ന് തോന്നുന്നു. എന്തായാലും അത് കട്ട് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ഈ സാധനം ഏറ്റവും ലാസ്റ്റ് എടുത്ത് സെറ്റ് ചെയ്യാം. മതി. യൂട്യൂബിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാനും അതിലൂടെ നിങ്ങളെ മോണിറ്റൈസേഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് എൻഡ് വേണ്ട. അപ്പൊ നമ്മൾ ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു, ആ ഡയലോഗിനെ കട്ട് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റിലേക്ക് മാറ്റിയത്. എന്നിട്ട് ഈ എന്ന് മുതൽ ഈ സക്സസ് മന്ത്ര കമ്മ്യൂണിറ്റി നമ്മൾ വെറുതെ. അപ്പൊ ഈ ആദ്യം വന്നു, മറ്റേത് നമ്മൾ കട്ട് ചെയ്തിട്ട്. കൺഫ്യൂഷൻ ആവണ്ട, ഒന്നുകൂടി നോക്കിയാൽ മതി. ഞാൻ അതിൽ കാണിച്ചിട്ടുണ്ട് കറക്റ്റ് ആയിട്ട്. ഇതാ യൂട്യൂബിനെ കുറിച്ച് പറയുന്നത് സഹായിക്കുന്നതാണ്, എത്തിക്കാൻ സഹായിക്കുന്നതാണ് എന്നത് വരെ നമ്മൾ ലാസ്റ്റിൽ ഈ എ എന്ന് പറയുന്നത് അവസാനം ഇട്ടു, ബി എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇട്ടു. ഈ സക്സസ് മന്ത്ര കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതാണ് ബി. അതിനെ ആദ്യം കൊണ്ടുവന്നിട്ട് നമ്മൾ ഹൂക്കായി ഇട്ടു. ഇതാ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈ വീഡിയോയുടെ ആദ്യ ഭാഗം ഹൂക്ക്, ഈ സക്സസ് മന്ത്ര കമ്മ്യൂണിറ്റി എന്ന് തുടങ്ങുന്നതാണ് ഹൂക്ക്. ഓക്കെ, അത് അവിടെ കൊടുത്തു. മറ്റേത് ലാസ്റ്റ്. ഇത്ര സിമ്പിൾ ആണ്. ഇനി നമ്മൾ ഇത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെങ്ങനെ നമ്മൾ ചാനൽ ഇടുന്ന സമയത്ത് ലൂപ്പായിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തിട്ട് വരും. അതാണ് നമ്മൾ ആദ്യം കണ്ടത്. അപ്പൊ ആ കാര്യം മനസ്സിലായല്ലോ. ഇതിനെ എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൂപ്പായിട്ട് ഇതിങ്ങനെ പ്ലേ ചെയ്യും. അപ്പൊ ആളുകൾ ഒന്നോ രണ്ടോ പ്രാവശ്യമോ ഇത് എന്ത് ചെയ്യും, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അവരറിയാതെ തന്നെ കണ്ടുപോകുന്നതാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഈ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ട്രിക്കൊക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന പരിപാടികളാണ്. ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ എഡിറ്റിംഗ് എങ്ങനെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ നമ്മൾ ഈ ലൂപ്പിൽ ചെയ്യുന്നു എന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഈ ലൂപ്പ് ഒന്ന് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എന്തായാലും നല്ല എൻഗേജ്മെന്റ്സ് കയറാൻ സാധ്യതയുണ്ട്. അപ്പം അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടുക. സബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.